ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ലെന്ന് കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂർ എടുക്കില്ലെന്നും എന്തു ചെയ്താലും ജയിക്കില്ലെന്നുമാണ് അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞത്. സിപിഎമ്മിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പിന്റെ നടപടിക്ക് പിന്നാലെ മോദിയെ സന്തോഷിപ്പിക്കാനുള്ള നടപടികൾ പിണറായി വിജയന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്നും സാഹചര്യം കോൺഗ്രസ് നിരീക്ഷിക്കുകയാണെന്നും മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൂടിയായ മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ സിപിഎം BJP ഡീലാണ്. മുഖ്യമന്ത്രിക്ക് നട്ടെല്ലുണ്ടെങ്കിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് പറയട്ടെ. കോൺഗ്രസ് എറിഞ്ഞുകൊടുക്കുന്ന എല്ലിൻ കഷ്ണം കടിക്കണം. എന്നിട്ട് കേരളത്തിൽ വന്ന വീരവാദവും പറയണം. പ്രധാനമന്ത്രി കരുവന്നൂരിൽ വരുന്നതിന് മുൻപ് ആദ്യം മണിപ്പൂരിൽ പോകണം. കരുവന്നൂര് ആളി കത്തിച്ചതുകൊണ്ട് BJPക്ക് പ്രത്യേകിച്ചൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഒരു ബാങ്ക് തകർത്തതിന് വോട്ടർമാർ ഇടതുപക്ഷത്തെ ശിക്ഷിക്കും. കരുവന്നൂർ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാത്തയാളാണ് LDF സ്ഥാനാർത്ഥി. അതിജീവിതയ്ക്കൊപ്പം നിന്നതിന് സീനിയർ നഴ്സിംഗ് ഓഫീസർ അനിതയെ സ്ഥലം മാറ്റിയ നടപടി ഇടത് സർക്കാരിന്റെ ജനവിരുദ്ധ നയമാണ് കാണിക്കുന്നത്. അനിതയെ ജോലിക്കെടുക്കാൻ തീരുമാനിച്ചത് കോടതിയിൽ തിരിച്ചടി ഭയന്നാണ് എന്നും മുരളീധരൻ പറഞ്ഞു. അതേസമയം പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ അങ്ങേയറ്റം വരെ പോകുമെന്ന് NDA തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇതിനോടകം പറഞ്ഞു. ഇതും പോരാട്ടമാണെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ കേസ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുകയാണ് സർക്കാരിന്റെ ഉദ്ദേശം. കേസ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്തിന് ബാധിക്കണമെന്നും അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഒരാളെ കേരളത്തിൽ നിർത്താൻ പറ്റുമോ എന്നും സുരേഷ് ഗോപി മറുപടി പറഞ്ഞു. നികുതി വെട്ടിപ്പിനുള്ള ശ്രമം നടന്നിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന ചോദ്യത്തിന് താൻ അതുപോലും പറയാൻ പാടില്ലെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഉത്തരവാദിത്തമുള്ള പൗരൻ എന്ന നിലയ്ക്ക് ഒന്നും പറയുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാക്കാനാവില്ലെന്നായിരുന്നു എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി. പുതുച്ചേരിയിലെ വ്യാജവിലാസത്തിൽ ആഡംബര കാർ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ അടയ്ക്കേണ്ട ലക്ഷങ്ങളുടെ നികുതി വെട്ടിച്ചതാണ് കേസ്. 30 ലക്ഷം രൂപയുടെ നികുതി നഷ്ടമുണ്ടായി എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. നികുതി വെട്ടിപ്പ് കൂടാതെ വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങളും സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയിരുന്നു. 2010-2016 വർഷങ്ങളിലായി 2 ആഡംബര കാറുകളാണ് സുരേഷ് ഗോപി പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തത്. കേസിന്റെ വിചാരണ നടപടികൾ മെയ് 28-ന് തുടങ്ങും. അതോടൊപ്പം സുരേഷ് ഗോപിയുടെ ആസ്തി രേഖകളടക്കം വ്യക്തമാക്കുന്ന നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. സുരേഷ് ഗോപിക്ക് 40,000 രൂപ കയ്യിലുണ്ട്. വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി 24 ലക്ഷം രൂപയും 7 ലക്ഷം രൂപയുടെ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ബോണ്ട് എന്നിവയുമുണ്ട്. പോസ്റ്റ് ഓഫീസിൽ 67 ലക്ഷം രൂപയുടെ നിക്ഷേപവുമുണ്ടെന്ന് രേഖകൾ പറയുന്നു. ഇതിനു പുറമെ 1025 ഗ്രാം സ്വർണം കൈവശമുണ്ട്. 53 ലക്ഷം രൂപയാണ് മൂല്യം. ഭാര്യയുടെ പേരിൽ 54 ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണവും 2 മക്കളുടെ പേരിൽ 36 ലക്ഷം രൂപ വരുന്ന സ്വർണവുമുണ്ട്. സുരേഷ് ഗോപിക്ക് 4,68 ലക്ഷം രൂപ ആകെ വരുമാനമാണ്. 2023-24 വർഷത്തെ ആദായ നികുതി റിട്ടേൺ അടിസ്ഥാനമാക്കിയാണ് കണക്ക്. ഭാര്യയ്ക്ക് 4.13 ലക്ഷം വരുമാനമുണ്ട്. 4.07 കോടിയിലധികം രൂപയുടെ ജംഗമ ആസ്തിയും സുരേഷ് ഗോപിക്കുണ്ട്. 2 മക്കളുടെ പേരിൽ 3 കോടിയിലേറെ രൂപയുടെ ജംഗമ ആസ്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ 1.87 ലക്ഷം രൂപയുടെ മൂല്യമുള്ള സ്വത്തുമുണ്ട്. 7 കേസുകളും സ്ഥാനാർത്ഥിയുടെ പേരിലുണ്ട്. ഒപ്പം 2.53 കോടി രൂപ വില വരുന്ന 8 വാഹനങ്ങളും തിരുനെൽവേലിയിൽ 82.4 ഏക്കർ സ്ഥലവും സ്വന്തമായുണ്ട്. 61 ലക്ഷം രൂപ വിവിധ ബാങ്കുകളിൽ ലോണുണ്ടെന്നും സുരേഷ് ഗോപി പത്രികയിൽ വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.